ഇത് സൂസൻ കേസിന്റെ രണ്ടാം ഭാഗം. ഇതുവരെയും ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതാദ്യം കാണുക. തുടർന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. കൂടാതെ ഈ കേസിലെ ട്വിസ്റ്റുകളും ടേണുകളും ആസ്വദിക്കാനും സാധിക്കും. ഭാഗം 1ന്റെ ലിങ്ക് പിൻഡ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കുക. കൊലയാളി ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയായിരിക്കുമെന്ന് ഞാൻ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരുന്നു. കൂടാതെ അത് ആരായിരിക്കും എന്നുള്ളത് നിങ്ങളെ ഊഹിച്ച് കമന്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആര് കൊലയാളിയായാലും അവനെ കണ്ടെത്താൻ പോലീസിന് വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ അടുത്ത ഘട്ടമായി ആ മരുന്ന് ബോട്ടിൽസ് എവിടെയെല്ലാമാണോ ഡെലിവറി ആയത് അതിനെയെല്ലാം ഇതിനകം സീസ് ചെയ്തിരുന്നു. അങ്ങനെ സീസ് ചെയ്ത എല്ലാ ബോട്ടിൽസും എക്സ്റേ ചെയ്തപ്പോൾ മൊത്തം 5 ബോട്ടിലിൽ മാത്രമായിരുന്നു സയനൈഡ് കലർന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 1 സൂസന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. 2 എണ്ണം സിയാറ്റിൽ സിറ്റിയിലെ ഒരു കടയിൽ നിന്നും പിടിച്ചെടുത്തു. മറ്റ് 2 എണ്ണം സ്റ്റെല്ലയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി. അങ്ങനെ 5 കുപ്പിയിൽ നിന്നും സയനൈഡ് കലർന്ന ആ ഗുളികകൾ പ്രത്യേകം എടുത്ത് പരിശോധിച്ചപ്പോഴായിരുന്നു പോലീസിന് വളരെ അപ്രതീക്ഷിതവും വിചിത്രവുമായ ഒരു കാര്യം കണ്ടെത്തിയത്. ആ ഒരു കാര്യമായിരുന്നു ഈ ഒരു കേസിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്. അവരങ്ങനെ അതിൽ കണ്ടെത്തിയത് എന്താണ്? ആ കൊലപാതകി ആരാണ്? പോലീസ് എങ്ങനെയാണ് ഈ ഒരു കേസ് തെളിയിച്ചത്? സൂസൻ കേസിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. പോലീസ് സയനൈഡുള്ള ആ ടാബ്ലറ്റ്സ് പരിശോധിച്ചപ്പോൾ അവർ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ സയനൈഡ് പാർട്ടിക്കിൾസിനിടയിൽ അവിടെയായി പച്ച നിറത്തിലുള്ള എന്തോ ക്രിസ്റ്റൽസ് പോലെ കാണപ്പെട്ടു. അത് എന്താണ് എന്നറിയാനായി ആ ക്രിസ്റ്റൽസിനെ മാത്രം എടുത്ത് പ്രത്യേകം പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് 4 രീതിയിലുള്ള മോളിക്യൂൾസ് തന്മാത്രകൾ കണ്ടെത്തി. അതിലുള്ള 2 മോളിക്യൂൾസിൽ ഒന്ന് അൽജിസൈഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഫിഷ് ടാങ്കുകൾ, ആൽഗകൾ അല്ലെങ്കിൽ പായലുകൾ പിടിക്കാതിരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതിൽ മാത്രമേ ഇങ്ങനെയുള്ള തന്മാത്രകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ അൽജിസൈഡിനെ ഏത് പെറ്റ് ഷോപ്പിലാണ് വിൽക്കുന്നത് എന്നറിയാനായി സിയാറ്റിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ടോം എന്നയാളുടെ പെറ്റ് ഷോപ്പിൽ ആ 2 പ്രത്യേക തന്മാത്രകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അൽജിസൈഡ് ഉള്ളത് കണ്ടെത്തി. ടോമിനോട് പോലീസ് ചെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഓ ഇതാണോ സാർ, ഇത് മറ്റൊന്നുമല്ല, ഇതൊരു അൽജിസൈഡ് ആണ്. ഇത് ഇങ്ങനെയാണ്, ഈ ടാബ്ലറ്റ് ഷേപ്പിൽ ഉണ്ടാകും. പക്ഷെ ഇതിങ്ങനെ ഫിഷ് ടാങ്കിൽ മുഴുവനായും ഇടുന്നതിന് പകരം പൊടിച്ചിടുന്നതായിരിക്കും ഫലപ്രദം എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് ടോമിനോട്, ഞങ്ങളിത് വാങ്ങാനല്ല വന്നത്, ഞങ്ങൾ പോലീസാണ്, നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ് വന്നത്. ഈ അൽജിസൈഡ് നിങ്ങളിൽ നിന്ന് ആരൊക്കെ വാങ്ങി അതൊന്ന് പറയാൻ സാധിക്കുമോ? കൂടാതെ അങ്ങനെ വാങ്ങിയവരിൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഒന്ന് നോക്കി പറയാമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാണിച്ചു കൊടുത്തു. അയാൾ ആ ഫോട്ടോസ് എല്ലാം വാങ്ങി ഓരോന്നായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ കണ്ടതും അതിന് നേരെ വിരൽ ചൂണ്ടിയിട്ട്, ദാ ഇവരാണ് വാങ്ങിയത്, വാസ്തവത്തിൽ ഇവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് വാങ്ങി വെച്ച് വിൽക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, തന്റെ ഭർത്താവിന്റെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യിപ്പിച്ച സ്റ്റെല്ലയായിരുന്നു. പക്ഷെ നിങ്ങൾക്കിവിടെ ഒരു ചോദ്യം വരണം. പോലീസ് എന്തിനാണ് സ്റ്റെല്ലയുടെ ഫോട്ടോ ഈ ക്രിമിനൽ ലിസ്റ്റിന്റെ കൂടെ ചേർക്കണം? ഇതാണ് ഒരു സംശയം. ഇതിന് ഒരു കാരണമുണ്ടായിരുന്നു. പോലീസിന് സ്റ്റെല്ലയിൽ തന്നെ ഒരു സംശയം തോന്നിയതിന്റെ കാരണം ആ ടാബ്ലറ്റ് എടുക്കാനായി പോലീസ് സ്റ്റെല്ലയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയം അവിടെ ഫിഷ് ടാങ്ക് ഉള്ളത് പോലീസ് ശ്രദ്ധിച്ചു. തന്റെ ഭർത്താവിന്റെ മരണത്തിൽ തനിക്കെന്തോ സംശയമുണ്ടെന്ന് പോലീസിനോട് നേരിട്ട് അവർ തന്നെ വന്ന് പറയുകയും കേസ് റീഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടാലും പോലീസും അവളെ സഹായിച്ചാലും പോലീസിന്റെ കണ്ണിൽ കുറ്റവാളിയെ കണ്ടെത്തുന്നതുവരെയും എല്ലാവരും സസ്പെക്ട്സ് ആണ്. എല്ലാവരെയും അവർ സംശയത്തിന്റെ കണ്ണോടുകൂടി മാത്രമേ നോക്കുകയുള്ളൂ. കാരണം ഒരുപാട് കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിൽ അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്റ്റെല്ലയുടെ ഫോട്ടോയും ആ ക്രിമിനൽ ലിസ്റ്റിൽ ആഡ് ചെയ്തത്. അങ്ങനെ പോലീസ് സംശയിക്കുന്നത് പോലെ സ്റ്റെല്ലയാണ് കൊലപാതകിയെങ്കിൽ ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ലോജിക്ക് മാത്രം അവിടെ യോജിക്കുന്നില്ല. സ്റ്റെല്ല സ്വന്തം ഭർത്താവിനെ കൊന്നു എന്ന രീതിയിൽ ചിന്തിച്ചാലും
അതിലാർക്കും സംശയം വന്നിട്ടില്ല. ഡോക്ടറും അത് കണ്ടെത്തിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കോസ് ഓഫ് ഡെത്ത് നാച്ചുറൽ ഡെത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും അവസാനിച്ചല്ലോ. പിന്നെയും എന്തുകൊണ്ട് അവൾ പോലീസിനോട് വന്നതിനെ കുറിച്ച് പറയണം? ഇതായിരുന്നു പോലീസിന് വല്ലാത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. അതിനാൽ വെറുതെ സാഹചര്യ തെളിവുകളെ മാത്രം വെച്ചുകൊണ്ട് തീരുമാനമൊന്നും എടുക്കാതിരിക്കാനായി സ്റ്റെല്ലയെക്കുറിച്ച് രഹസ്യമായി ഡേറ്റാസ് ശേഖരിക്കാൻ തുടങ്ങി. ആ ഡാറ്റയിൽ സ്റ്റെല്ലയെക്കുറിച്ച് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ വീണ്ടും അവരെ ഞെട്ടിപ്പിച്ചു. 1943 ഓർഗൻ സ്റ്റേറ്റിൽ ജോ സ്റ്റീവൻസ് ദമ്പതികൾക്ക് 5ാമത്തെ കുട്ടിയായി ജനിച്ചവളാണ് സ്റ്റെല്ല സ്റ്റീഫൻസൺ. അവളുടെ മാതാപിതാക്കൾ രണ്ടുപേരും മദ്യപാനത്തിന് അടിമയായതിനാൽ ഇരുവരും ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുകയും ഒരു ഘട്ടത്തിൽ അവർ വിവാഹമോചനം നേടുകയും ചെയ്തു. അതിനുശേഷം അമ്മയോടൊപ്പം താമസിച്ചിരുന്ന സ്റ്റെല്ല ഒരാളെ വിവാഹം കഴിച്ചു. അവൾക്ക് സിന്ധ്യ എന്ന ഒരു മകളും ജനിച്ചു. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സ്റ്റെല്ല മദ്യപാനത്തിന് അടിമയാകാൻ തുടങ്ങി. ഇതിഷ്ടപ്പെടാത്ത അവളുടെ ഭർത്താവ് വിവാഹമോചനം നേടി. അതിനുശേഷം 1974 അവൾ ബ്രൂസ് നിക്കൽ എന്നയാളെ പരിചയപ്പെട്ടു. അവർ കണ്ടുമുട്ടിയപ്പോൾ അയാൾക്കും മദ്യപാന ശീലമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇയാൾ തനിക്ക് ശരിയായ വ്യക്തിയാണെന്ന് ചിന്തിക്കുകയും അയാളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ രണ്ടാമതായി അവൾ അയാളെ വിവാഹം കഴിച്ചു. തുടക്കത്തിൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷകരമായി പോവുകയായിരുന്നു. പക്ഷെ 10 വർഷത്തിന് ശേഷം ആ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ബ്രൂസ് തന്റെ മദ്യപാന ശീലം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി അദ്ദേഹം ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് പോയി. ഏകദേശം 27 ദിവസങ്ങൾ അവിടെ താമസിച്ച് മദ്യപാനം ഉപേക്ഷിച്ചു. എല്ലാ ലക്ഷണങ്ങളും മാറ്റി വിജയകരമായി അയാൾ പുറത്തേക്ക് വന്നു. അതിനുശേഷം അയാളുടെ ജീവിതം ഇരുട്ടിൽ നിന്ന് വെളിച്ചമുള്ള ഒരു പാതയിലേക്ക് നീങ്ങാൻ തുടങ്ങി. പക്ഷെ ഇതിനകം ഇരുട്ടിലായിരുന്ന സ്റ്റെല്ലയുടെ ജീവിതം കൂടുതൽ ഇരുട്ടിലേക്ക് പോകാൻ തുടങ്ങി. കാരണം അവൾ ഒരു സാധാരണ ഭാര്യയാണെങ്കിൽ ഭർത്താവ് മദ്യപാനം ഉപേക്ഷിച്ചതിനാൽ അവൾ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റെല്ല സങ്കടപ്പെട്ടു. കാരണം സ്റ്റെല്ലയുടെ അഭിപ്രായത്തിൽ മദ്യപാണ് എല്ലാം. അതിനാൽ ബ്രൂസ് മദ്യപാനം ഉപേക്ഷിച്ചപ്പോഴും സ്റ്റെല്ല ബാറിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ എപ്പോഴെല്ലാമാണോ സ്റ്റെല്ല ബാറിലേക്ക് പോകാനായി ഒരുങ്ങുന്നത് അപ്പോഴെല്ലാം ബ്രൂസ് അവളെ തടയുകയും മദ്യപാനം അവസാനിപ്പിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇതിഷ്ടപ്പെടാത്ത സ്റ്റെല്ല ബ്രൂസിനെ വെറുക്കാൻ തുടങ്ങി. ബാറിൽ പോകാത്തതിനാൽ സ്റ്റെല്ലയുടെ ജീവിതം വിരസമാകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം പോലീസ് കണ്ടെത്തി. തുടർന്ന് സ്റ്റെല്ലയെക്കുറിച്ച് പോലീസ് അയൽക്കാരോടും അന്വേഷിച്ചു. അവർ പറഞ്ഞത് സ്റ്റെല്ലയ്ക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. പ്രധാനമായും അവളുടെ വീട് തന്നെ കടത്തിലാണ്. സ്റ്റെല്ല വിമാനത്താവളത്തിൽ ഒരു സെക്യൂരിറ്റി ക്ലീനറായി ജോലി ചെയ്യുകയാണ്. ഭർത്താവായ ബ്രൂസ് ഒരു ഹെവി ലോഡ് എക്യുപ്മെന്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ്. പക്ഷേ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്തിട്ടു കൂടിയും കടങ്ങൾ തീർക്കാൻ അവർക്ക് ഈ ശമ്പളം തികഞ്ഞില്ല. എന്നാൽ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും സ്റ്റെല്ല വീണ്ടും വായ്പ എടുത്തു. അങ്ങനെ വീണ്ടും വീണ്ടും കടം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ശരിയായി EMI അടയ്ക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. തൽഫലമായി ബാങ്കിൽ നിന്നും കഴിഞ്ഞ മാസത്തെ ലോണും ചേർത്ത് ഇത്തവണ തീർച്ചയായും നിങ്ങൾ അടയ്ക്കണം, ഇല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് വന്നു. അതോടൊപ്പം മറ്റ് ലോൺ കമ്പനികളിൽ നിന്നും അവർക്ക് നോട്ടീസ് ലഭിച്ചു. എല്ലാ നോട്ടീസും കണ്ട് സ്റ്റെല്ലയുടെ ഹൃദയം തന്നെ തകർന്നു പോയി. അവൾ അങ്ങനെ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതാൻ തുടങ്ങി. ദയവ് ചെയ്ത് എനിക്കൊരല്പം സമയം നൽകണം. അടുത്ത മാസം മുഴുവൻ ലോണും ഞാൻ തീർച്ചയായും അടയ്ക്കുമെന്ന് എല്ലാ ലോൺ കമ്പനികൾക്കും ഒരു കത്തയച്ചു. അങ്ങനെ അവൾ ആ ലെറ്റർ എഴുതിയ കൃത്യം 41 ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രൂസ് മരിച്ചത്. സ്റ്റെല്ല കടമടയ്ക്കുന്നതിനും ബ്രൂസ് മരിച്ചതിനും എന്താണ് ബന്ധം എന്നൊരു പക്ഷെ നിങ്ങളിൽ ചിലർക്ക് സംശയം തോന്നാം. പക്ഷെ ചിലർ അതിനുള്ള കാരണവും കണ്ടെത്തിയിട്ടുണ്ടാകും. അങ്ങനെ കണ്ടെത്തിയെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അത് കമന്റ് ചെയ്യുക. അതെ, നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ബ്രൂസിന്റെ ഇൻഷുറൻസ് ആണ് അതിന് കാരണം. ബ്രൂസിന്റെ ഇൻഷുറൻസിന്റെ മൂല്യം $76,000 ആണ്. അത് 1986 നിലവിലെ മൂല്യമനുസരിച്ച് നോക്കിയാൽ $2,18,000. ഇന്ത്യൻ കറൻസിയിൽ നോക്കിയാൽ ഏകദേശം 2 കോടി രൂപ. ഈ പണത്തിന് വേണ്ടി സ്റ്റെല്ല ഒരു പക്ഷെ ബ്രൂസിനെ കൊന്നിരിക്കാം എന്ന് പോലീസ് സംശയിച്ചു. പക്ഷേ ഇവിടെയും ഒരു ലോജിക് യോജിക്കുന്നില്ല. സ്റ്റെല്ല തന്നെയാണ് ബ്രൂസിനെ കൊന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ബ്രൂസും മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്വാഭാവികമായ ഡെത്ത് ആണെന്ന് വന്നു. അപ്പോൾ മരണത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് തുക അവളുടെ കയ്യിൽ വന്നിരിക്കണം. പക്ഷെ അങ്ങനെ ആയിട്ടും എന്തുകൊണ്ടാണ് അവൾ സ്വയമേ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കേസ് റീഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടത്? തീർച്ചയായും ആരും ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ല. പക്ഷേ സ്റ്റെല്ല എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ള കാരണം കേട്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും.
സ്റ്റെല്ലയുടെ ലക്ഷ്യം ബ്രൂസിന്റെ ഇൻഷുറൻസ് തുകയാണ്. പക്ഷേ അവളുടെ ലക്ഷ്യം വെറും ഈ $76,000 മാത്രം അല്ല. അതോടൊപ്പം ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി എന്ന പേരിൽ $1,00,000 ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് കാറിൽ പോകുമ്പോഴോ സ്വാഭാവിക ഡെത്ത് അല്ലാതെയുള്ള ഏതൊരു മരണമായിരുന്നാലും ഈ ആക്സിഡന്റൽ ഡെത്ത് പോളിസിക്ക് കീഴിലായിരിക്കും വരിക. അങ്ങനെ അദ്ദേഹം മരിച്ചാൽ ഇതിനകം ഉള്ള $76,000 പ്ലസ് ഈ $1,00,000 ചേർത്ത് ലഭിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമെന്ന് വന്നു. അതിനാൽ ഈ $1,00,000 സ്റ്റെല്ലയെ കൊണ്ട് ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സ്റ്റെല്ലയുടെ പദ്ധതി ഇത് മാത്രമായിരുന്നില്ല. ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി എന്ന് വിചാരിച്ചാൽ അതും അല്ല. ഇതൊന്നും കൂടാതെ മറ്റൊരു രീതിയിലും അവളൊരു പദ്ധതി ഇട്ടിരുന്നു. അതായത് ഈ ബ്രൂസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡ് കലർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതുപയോഗിച്ച് എക്സെട്രൽ കമ്പനിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ കഴിയും. അവരിൽ നിന്നും ഇൻഷുറൻസ് പണം ക്ലെയിം ചെയ്യണം എന്നവൾ ആലോചിച്ചു. അവളുടെ അഭിപ്രായത്തിൽ ഒറ്റക്കല്ലിൽ 3 മാങ്ങ. പക്ഷേ അത് സംഭവിക്കാത്തതിനാലാണ് അവൾ കേസ് റീഓപ്പൺ ചെയ്യിപ്പിക്കാനായി ആവശ്യപ്പെട്ടത്. ഇതെല്ലാം പോലീസ് കണ്ടെത്തി. എത്രത്തോളം അവൾ ബ്രില്യൻ്റായി പദ്ധതിയിട്ടു എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. പക്ഷെ ഇതുവരെയും പോലീസിന് ഇതാണ് സംഭവിച്ചത് എന്ന് തെളിയിക്കാനായ ശക്തമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അതിനാൽ ശക്തമായ തെളിവുകളോടുകൂടി സ്റ്റെല്ലയെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരുന്ന പോലീസുകാർ മറ്റു മാർഗമില്ലാതെ ഈ കേസിലെ കുറ്റവാളിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $3,00,000 പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസിന് ഒരു ഫോൺ കോൾ ലഭിച്ചു. യഥാർത്ഥത്തിൽ ഈ ഒരു ട്വിസ്റ്റ് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അതിനാൽ തീർച്ചയായും നിങ്ങളും ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പുലിക്ക് ജനിച്ചത് ഒരിക്കലും പൂച്ചയാകില്ലല്ലോ. അങ്ങനെ ഈ ഒരു പാരിതോഷിക തുകയ്ക്ക് ആഗ്രഹിച്ച സ്റ്റെല്ലയുടെ സ്വന്തം മകൾ, അതായത് സ്റ്റെല്ലയുടെ ആദ്യ ഭർത്താവിൽ നിന്നും ജനിച്ച സിന്ധ്യ പോലീസിന് ഫോൺ ചെയ്തു. ഞാൻ സ്റ്റെല്ലയുടെ മകൾ സിന്ധ്യയാണ്. എൻ്റെ അമ്മയാണ് ബ്രൂസിനെ കൊന്നത്. കൂടാതെ എൻ്റെ അമ്മ ചില ദിവസമായി ഒരു ബുക്കും എപ്പോഴും കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അത് ബോട്ടണി സംബന്ധിക്കുന്ന ഒരു ബുക്കാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരവും പോലീസിന് കൊടുത്തു. പോലീസ് അത് ഏത് പുസ്തകമെന്ന് അറിയാനായി ലൈബ്രറിയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന നെയിം ലിസ്റ്റിൽ സ്റ്റെല്ലയുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ അവൾ എടുത്ത ആ പുസ്തകം പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ഒരു പ്രത്യേക ചാപ്റ്റർ ആയിരുന്നു സ്റ്റെല്ല വായിച്ചത്. ആ പേജിൽ ഉണ്ടായിരുന്ന സ്റ്റെല്ലയുടെ വിരലടയാളം ഉപയോഗിച്ചാണ് പോലീസ് ഇത് കൺഫേം ചെയ്തത്. അതെ, ആ പ്രത്യേക അധ്യായം സയനൈഡ് സംബന്ധിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട തെളിവായി വെച്ച് പോലീസ് സ്റ്റെല്ലയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ അന്വേഷണത്തിൽ സ്റ്റെല്ല ഒന്നും തന്നെ സമ്മതിച്ചില്ല, മൗനം പാലിച്ചു. പക്ഷെ സിന്ധ്യ പോലീസിനോട് ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രം അല്ല പറഞ്ഞത്, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെ പറഞ്ഞു. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ബ്രൂസിനെ കൊല്ലണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതിനു മുൻപ് വരെയും അമ്മ പല തവണ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും സിന്ധ്യ പോലീസിനോട് പറഞ്ഞു. ഇത് സ്റ്റെല്ലയ്ക്കെതിരായ ഒരു ശക്തമായ തെളിവായി മാറി. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നു. ഇൻഷുറൻസ് പണത്തിന് വേണ്ടി സ്റ്റെല്ല ബ്രൂസിനെ കൊന്നു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഇവൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സൂസൻ അവൾ എങ്ങനെയാണ് മരിച്ചത്? അവൾക്ക് എന്ത് സംഭവിച്ചു? ഇത് അന്വേഷിക്കുമ്പോഴാണ് അതിന് കാരണവും സ്റ്റെല്ലയുടെ അത്യാഗ്രഹമാണെന്ന് മനസ്സിലായത്. അതായിരുന്നു അവളെ അത്രത്തോളം ഒരു രാക്ഷസിയെ പോലെ ചിന്തിപ്പിച്ചത്. അതായത് ഈ ബ്രൂസ് മദ്യപാനം ഉപേക്ഷിച്ചതിനാൽ സ്റ്റെല്ല തൻ്റെ ജീവിതത്തെ വെറുത്തു. അങ്ങനെ അവൾ പെർഫെക്റ്റായി ഒരു പദ്ധതി തയ്യാറാക്കി ബ്രൂസിനെ വെച്ചുകൊണ്ട് തന്നെ ധാരാളം ലൈഫ് ഇൻഷുറൻസ് എടുത്തു. വാസ്തവത്തിൽ ബ്രൂസ് പോലും അറിയാതെ അവൾ അവൻ്റെ സിഗ്നേച്ചർ ഇട്ട് വീണ്ടും ഒരുപാട് ലൈഫ് ഇൻഷുറൻസ് എടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ രാജ്യങ്ങളിലും കാണപ്പെടുന്ന പോയ്സണസ് ആയിട്ടുള്ള ചില വിത്ത് അത് പൊടിച്ച് ഈ എക്സെട്രിസ് ടാബ്ലറ്റിനുള്ളിൽ വെച്ച് ബ്രൂസിന് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ കഴിച്ച ബ്രൂസിന് പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അയാൾക്ക് ചെറിയൊരു ക്ഷീണം തോന്നി, അത്രമാത്രം. അതിനാൽ കൃത്യമായ ഒരു കൊലപാതകം എങ്ങനെ ചെയ്യണമെന്നറിയാനായി ലൈബ്രറിയിൽ ചെന്ന് അതിനനുസരിച്ചുള്ള ബുക്കെടുത്ത് വായിച്ചു. അങ്ങനെ സയനൈഡിനെ കുറിച്ച് മനസ്സിലാക്കിയ സ്റ്റെല്ല അത് തയ്യാറാക്കാനായി അവൾ എപ്പോഴും ഈ അൽജസൈഡ് പൊടി പൊടിക്കാൻ ഉപയോഗിക്കുന്ന കല്ല്, ആ കല്ലിൽ വെച്ച് തന്നെ സയനൈഡ് പൊടി ഉണ്ടാക്കി. 1-ാം ഭാഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു സൂസൻ ടാബ്ലറ്റ്സിന് പകരം ക്യാപ്സ്യൂൾ ഉപയോഗിച്ചുവെന്ന്. ക്യാപ്സ്യൂൾസിനും ടാബ്ലറ്റ്സിനുമുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. ടാബ്ലറ്റ്സ് എന്നത് മരുന്ന് എല്ലാം ഇതിനകം തന്നെ ഹോൾഡ് ചെയ്തതുപോലെ ആയിരിക്കും. പക്ഷെ ക്യാപ്സ്യൂൾസ് എന്നത് അത് രണ്ടായി നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അതിനുള്ളിലെ മരുന്ന് പുറത്തെടുക്കുകയും ചെയ്യാം. വീണ്ടും അതിനുള്ളിലേക്ക് മരുന്നിട്ട് ആ ക്യാപ്സ്യൂൾസിനെ അടച്ചു വെക്കാനും സാധിക്കും.
അങ്ങനെ അവൾ അൽജിസൈഡ് പൗഡർ ഉപയോഗിക്കുന്ന അതേ കല്ലിൽ വെച്ച് ഈ സൈനൈഡ് പൗഡർ നിർമ്മിക്കുമ്പോഴായിരുന്നു അൽജിസൈഡിന്റെ പാർട്ടിക്കിൾസ് സൈനൈഡുമായി മിക്സ് ആയത്. ഇത് ശ്രദ്ധിക്കാതെ സ്റ്റെല്ല ആ ക്യാപ്സ്യൂളിലുള്ള ഒറിജിനൽ മരുന്നിനെ താഴെ കളഞ്ഞിട്ട് അവൾ നിർമ്മിച്ച ഈ സൈനൈഡ് കലർന്ന പൊടി അതിനുള്ളിലേക്ക് വെച്ചു. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജൂൺ മാസം 5-ാം തീയതി ജോലി കഴിഞ്ഞ് വല്ലാത്ത തലവേദനയുമായി വീട്ടിലെത്തിയ ബ്രൂസ് തലവേദന വളരെ വേഗത്തിൽ മാറാനായി ഈ സൈനൈഡ് കലർത്തിയ ആ 4 ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. അത് കഴിച്ച് അദ്ദേഹം അബോധാവസ്ഥയിലായപ്പോൾ സ്റ്റെല്ല ബ്രൂസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാളും മരിച്ചു. ശരി, എല്ലാം അവൾ ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പൊ അടുത്ത് എന്താണ്? ലഭിക്കുന്ന പണം ഉപയോഗിച്ച് കടം തീർക്കണം. നന്നായി മദ്യപിച്ച് ജീവിതം ആസ്വദിക്കുകയും ഇഷ്ടാനുസരണം മദ്യപിക്കുകയും ചെയ്യാം എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സ്റ്റെല്ലയുടെ തലയിൽ ഒരു ഇടിമിന്നൽ വീണതുപോലെയായിരുന്നു ബ്രൂസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. അയാളുടെ മരണം സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ടിൽ വന്നു. ഇക്കാരണത്താൽ സ്റ്റെല്ല വല്ലാത്ത നിരാശയിലായി. വീണ്ടും 3 എക്സിട്രിൻ ടാബ്ലറ്റ് ബോട്ടിൽസ് വാങ്ങിക്കൊണ്ടുവന്ന് വീണ്ടും സൈനൈഡ് തയ്യാറാക്കി അത് ആ ടാബ്ലറ്റിൽ മിക്സ് ചെയ്ത് ബോട്ടിലിനുള്ളിൽ വയ്ക്കുകയും അത് അവളുടെ വീടിനടുത്തുള്ള ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ 3 ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചു. എന്തിനു വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അത് ആരെങ്കിലും വാങ്ങണം, അതവർ കഴിച്ചു മരിക്കണം. പ്രധാനമായും അവരുടെ അറ്റോപ്സി റിപ്പോർട്ടിലെങ്കിലും സൈനൈഡ് കലർന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു സെൻസേഷണൽ വാർത്തയായി മാറാൻ തുടങ്ങുമ്പോൾ ബ്രൂസിന്റെ കേസ് വീണ്ടും അന്വേഷിച്ച് ആ ടാബ്ലറ്റ് കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ അവൾ ചിന്തിച്ചു. അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ഇതായിരുന്നു അവളുടെ മാസ്റ്റർ പ്ലാൻ. എല്ലാം സംഭവിച്ചു അവൾ കരുതിയതുപോലെ തന്നെ. ഒരു കാര്യം ഒഴികെ, ഫോറൻസിക് എന്ന ഒരു ടീം ഉണ്ടെന്ന കാര്യം അവൾ അറിഞ്ഞില്ല. അൽജിസൈഡ് എന്ന ഒരു ചെറിയ മോളിക്യൂൾ ഉപയോഗിച്ച് ഇത്രയും വലിയ ഒരു കേസ് അവർ ക്രാക്ക് ചെയ്തു. അവസാനം സ്റ്റെല്ല തന്നെയാണ് 2 കൊലപാതകം ചെയ്തത് എന്ന് കോടതിയിൽ തെളിയിക്കുകയും 1988 അവൾക്ക് 90 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ടാമ്പറിംഗ് ഇൻസിഡന്റിന് ശേഷമായിരുന്നു അമേരിക്കയിൽ ഈ ടാബ്ലറ്റ്സിന് വേണ്ടി തന്നെ ഒരുപാട് സുരക്ഷാ നിയമങ്ങൾ കൊണ്ടുവന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൊലയാളി സ്റ്റെല്ല തന്നെ ആയിരിക്കുമെന്ന് ആരെല്ലാമാണ് ഊഹിച്ചെടുത്തത് അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. സ്റ്റെല്ലയുടെ ഈ പെർഫെക്റ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂടാതെ ഈ ഒരു കേസ് മികച്ച രീതിയിൽ അന്വേഷിച്ച US പോലീസ് ഡിപ്പാർട്ട്മെന്റിന്, പ്രധാനമായും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാധാരണ സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഈ ഒരു കേസിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ? എനിക്ക് തോന്നുന്നത് സിനിമയിൽ പോലും ഇത്രയേറെ ട്വിസ്റ്റുകൾ ഉണ്ടാവുകയില്ല. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.